ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ലിവർ വരട്ടിയെടുത്തതാണ്. എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അതുപോലെ തന്നെ എല്ലാ തവണയും ഞാൻ ഉണ്ടാക്കുമ്പോൾ ലിവർ ഫ്രൈ ആണ് ഉണ്ടാക്കാറുള്ളത്. ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് കരുതി. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ ലിവറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വേണ്ട ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ചതച്ച് വെച്ചത്, 2 ചെറിയ തക്കാളി, അതുപോലെ 3 മീഡിയം സൈസിലുള്ള സവാള. കഴുകി വെച്ചിരിക്കുന്ന ലിവറിനകത്തോട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പില, ഇവ കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്യാം. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടുപ്പിൽ വെക്കാം. ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, ശ്രദ്ധിക്കണം, ഞാനത് പിന്നീട് പറയാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും ലിവർ ഒന്നൊന്നായിട്ട് വിട്ട് വരും. ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. മുന്നേ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ആ വഴുവഴുപ്പും ഉപ്പും എല്ലാം കൂടെ ആകുമ്പോൾ ചിലപ്പോൾ ഉളുമ്പ് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. ആ സമയത്ത് നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അതുപോലെ തന്നെ സവാള, ഇവയെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളിയും പെരിഞ്ജീരകവും ഇടുന്നത് എൻ്റെ വീഡിയോയിൽ നിന്ന് പോയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ്. ശേഷം ഞാൻ 2 ഏലക്ക, 2 കറുവാപ്പട്ട, ബേ ലീഫ്, കുരുമുളക്, ഗ്രാമ്പു എന്നിവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് നിറം മാറി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ മുന്നേ ലിവറിനകത്ത് ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചത്, അപ്പോൾ കൂടിപ്പോകരുത്. വഴന്ന് വന്നിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഗരം മസാല വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പൊടികളുടെ എല്ലാം പച്ചമണം മാറും വരെ നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ലിവർ റെഡിയായോ എന്ന് നോക്കാം. എല്ലാം വറ്റി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. വെന്തോന്ന് നമുക്കൊരു കഷ്ണം ഞെക്കി നോക്കാം. കണ്ടോ, ലിവറും നല്ല വൃത്തിയായി വെന്ത് വന്നിട്ടുണ്ട്.
മസാലയുടെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയും കൂടെ നല്ലവണ്ണം വഴന്ന് വന്നതിന് ശേഷമാണ് നമുക്ക് ലിവർ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കാം. ലിവർ കൂടി ചേർത്ത് കൊടുത്ത് അതിലെ വെള്ളവും ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. കണ്ടോ, വെള്ളമെല്ലാം വറ്റി നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കി, നമുക്ക് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.